ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ടു ആഫ്രിക്ക ബൈ അജിയ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഒരു സീഡാണ്. ഈ സീഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഉഗാണ്ടയിൽ വരുന്ന സമയത്താണ് ഈ സീഡിനെ പറ്റി കാണുന്നതും അറിയുന്നതും ഒക്കെ. ശരിക്കും എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. ഈ സീഡ് ആദ്യം ഞാൻ കാണുന്ന സമയത്ത്, ഇതിൻ്റെ ഫ്രൂട്ടോട് കൂടി കാണുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് കൗതുകം തോന്നി. അന്നേരം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു, ഇതെന്താണ് ഈ സാധനം, ഈ ഫ്രൂട്ട് എന്താണ്, ഇത് കഴിക്കാനുള്ളതാണോ, ഇത് അതുമല്ലാതെ ഒരു കാട്ട് ഫ്രൂട്ടാണോ, അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് ഗീനട്ട് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗീനട്ട് എന്താണെന്ന് ഞാൻ അവരോട്, ഇതെന്താ ഗീനട്ട്? ആക്ച്വലി ഇവിടെ യുഗാണ്ടയിൽ ജീനട്ട് പേസ്റ്റ് ഭയങ്കരമായിട്ട് കിട്ടുന്ന ഒരു സോസിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് ഗീനട്ട് പേസ്റ്റ് അല്ലെങ്കിൽ ജീനട്ട് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് നട്ടില്ലേ, നമ്മുടെ കപ്പലണ്ടി പേസ്റ്റ് ആണ്. ഞാനും വിചാരിച്ചു അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു എന്താണ് ഈ ഗീനട്ട് പേസ്റ്റ് എന്നുള്ളത്. പക്ഷേ അവിടെ നിന്നൊന്നും എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ സിസ്റ്ററിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സീഡ് ഞാൻ കണ്ടു, ഇതിൻ്റെ ഒരു രൂപവും കാര്യങ്ങളൊക്കെ ഞാൻ പുള്ളിക്കാരത്തേക്ക് പറഞ്ഞു കൊടുത്തു. അന്നേരം ചേച്ചി ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിച്ച് തന്നു. ആക്ച്വലി ആ സീഡിൻ്റെ പേര് ഒയാസ്റ്റർ എന്നാണ് ഇംഗ്ലീഷ് വേർഡ്. ഈ സീഡ് ക്വീൻ സീഡം എന്ന് അറിയപ്പെടുന്നത്, ക്വീൻ സീഡ് എന്നും അറിയപ്പെടാറുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് പേര് ടെലിഫെരിയ പെഡാറ്റ എന്നാണ്. അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ എങ്ങനെയാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ സീഡ് കാണപ്പെടുന്നത് ടാൻസാനിയ, കെനിയ ആൻഡ് യുഗാണ്ട. ഇത് ഫ്രൈ ചെയ്തിട്ട്, റോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാറുണ്ട്. അതുപോലെ ഇത് സോസ് ഉണ്ടാക്കാറുണ്ട്. യുഗാണ്ടയിൽ കൾച്ചറൽ വെഡ്ഡിങ്ങിന് പുരുഷന്മാർ സ്ത്രീകൾക്ക്, അതായത് വരൻ വധുവിന് ഈ സീഡ് നട്ട്സ് വെച്ചിട്ട് ഒരു സോസ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അത് ഒരു സ്പെഷ്യലാണ് ഫോർ പാർട്ട് ഓഫ് കൾച്ചർ. അതാണ് യുഗാണ്ടയിൽ. സോ ഇവിടെ യുഗാണ്ടയിൽ 1 കിലോ ഒയാസ്റ്റർ നട്ടിന് 8,000 രൂപയാണ്. അതായത് നാട്ടിലെ ഇന്ത്യൻ മണി ഒരു 180-85 ഇടയ്ക്ക് നിൽക്കും. ഇങ്ങനെയാണ് 1 കിലോയ്ക്ക് യുഗാണ്ടയിൽ എക്സ്പെൻസ് വരുന്നത്. സോ ഇത് ഒരു ക്രീപ്പറാണ്. നമ്മുടെ പംകിൻ്റെയൊക്കെ ഫാമിലിയിൽ പെടുന്ന ഒരു സസ്യമാണ് ഈ ഒയാസ്റ്റർ അല്ലെങ്കിൽ ടെലിഫെരിയ പെഡാറ്റ. അപ്പോൾ ഞാനത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം, കാരണം എൻ്റെ കയ്യിൽ ഒരു നട്ടുണ്ട്. സോ കണ്ടോ, ഇതാണ് അതിൻ്റെ നട്ട് വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഇത് പൊട്ടിച്ച് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടേസ്റ്റും കൂടി വീഡിയോയുടെ ലാസ്റ്റായിട്ട് പറയാം. അതുപോലെ തന്നെ ഇത് സോസ് ഉണ്ടാക്കും. യുഗാണ്ടയിൽ ഇത് പൊട്ടിച്ച് ഇതിനകത്ത് നിന്ന് നട്ടെടുത്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്യാറുണ്ട്. അതിന് ശേഷം ഇതിനെ പേസ്റ്റാക്കി അങ്ങനെ സോസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇതിൻ്റെ നട്ട് എടുത്തതിന് ശേഷം വെള്ളം തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ജീനട്ട് പേസ്റ്റിനകത്തും ഇത് അരച്ചതിന് ശേഷം ആഡ് ചെയ്യാറുണ്ട്. ഒരു ഫ്രൂട്ടിനകത്ത്, ഇത് അത്യാവശ്യം വലിയ ഫ്രൂട്ടാണ് കേട്ടോ ഈ ഫ്രൂട്ട്. ഇനി ഞാൻ വില്ലേജിൽ പോകുമ്പോൾ ഈ ഫ്രൂട്ട് കാണുവാണെങ്കിൽ, ഈ ക്രീപ്പർ കാണുവാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. സീഡെല്ലാം അവർ കളക്ട് ചെയ്തതിന് ശേഷം ഇത് വെയിലത്ത് വെച്ച് ഉണക്കാറുണ്ട്. അതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സോ അങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം ഇത് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്ത് പേസ്റ്റാക്കി ഇത് മാത്രമായിട്ട് ഒരു കുക്ക് ചെയ്യും. അതുപോലെ തന്നെ ജീനട്ട് പേസ്റ്റിനകത്തിട്ട് അങ്ങനെയും കുക്ക് ചെയ്യും, വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട്. സോ നല്ല ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഞാനത് കഴിച്ചിട്ടില്ല. ഞാൻ ശരിക്കും ഇതിൻ്റെ റോ ആയിട്ടുള്ള നട്ട് മാത്രമാണ് കഴിച്ചിട്ടുള്ളത്. സോ ഇതാണ് ഒയാസ്റ്റർ സീഡിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ പ്രോട്ടീൻ വാല്യൂ ഹൈ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫാറ്റ് വാല്യൂയും ഹൈ ആണ്. ഭയങ്കര ന്യൂട്രീഷ്യൻസ് ഉള്ള ഒരു നട്ടാട്ടോ ഇത്. അതുപോലെ തന്നെ ഇത് മഷ്റൂമിലിട്ടിട്ട് സോസ് കുക്ക് ചെയ്യാറുണ്ട്. ഇതൊരു സ്പെഷ്യൽ കൾച്ചറൽ നട്ടായിട്ടാണ് യുഗാണ്ടയിൽ കാണപ്പെടുന്നത്. ഇത് ഓൾമോസ്റ്റ് എല്ലാ വില്ലേജുകളിലെ വീട്ടിലും ഇതിൻ്റെ ഒരു ക്രീപ്പറെങ്കിലും ഉണ്ടാവും, ഒരു തൈയെങ്കിലും ഉണ്ടാവും കേട്ടോ. ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. സോ യെസ്, ഇതാണ് ഒയാസ്റ്റർ നട്ട്. ഇത് നല്ല ഭംഗിയാണ് കാണാനിതേ, നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഇത് കോക്കനട്ടിൻ്റെയൊക്കെ ഒരു ഷെല്ല് മാതിരി നമുക്ക് കിട്ടും.
കണ്ടോ. അപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒയാസ്റ്റർ നട്ട് നേരത്തെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ഓയിലായിട്ട് നമുക്ക് കിട്ടും. സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പക്ഷെ ഞാനിവിടെ വന്നിട്ടാണ് ഈ ഒയാസ്റ്റർ സീഡിനെ പറ്റി അറിയുന്നതും കേൾക്കുന്നതും കാണുന്നതും ഒക്കെ. അപ്പോൾ എന്തായാലും സമയം കളയേണ്ടത് ഞാൻ പൊട്ടിച്ച് കാണിക്കും. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഇത് ഇങ്ങനെ എടുക്കണം. കാണാവോ, ഇതിങ്ങനെ ഇതിൻ്റെ ചുറ്റിലും അത്യാവശ്യം സ്ട്രോങ് ആണിത്. ഇതിങ്ങനെ നമ്മൾ ചെത്തി എടുത്തതിന് ശേഷം ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ റൗണ്ടായിട്ട് എടുത്തതിന് ശേഷം ഇത് പൊട്ടിക്കുന്നത്, ഇതിന് ശേഷമാണ് ഇത് പൊട്ടിക്കാറുള്ളത്. നമ്മളിങ്ങനെ ഇളക്കിയെടുത്തു. ഇനി നമുക്കിതിനെ പൊട്ടിക്കാം. നമുക്കൊരു കത്തി എടുത്തിട്ട് ഇതിൻ്റെ അപ്പം തന്നെ കണ്ടോ, ദേ ഇങ്ങനെ വന്നു. കണ്ടോ, ഇതാണ് നട്ട്. കണ്ടോ, ഇതാട്ടോ, ഇങ്ങനെയാണ് ഒയാസ്റ്റർ നട്ട് കിട്ടുന്നത്. ഇനി നമുക്കിത് കഴിച്ചു നോക്കാം. ഒയാസ്റ്റർ സീഡ് നമ്മൾ പൊട്ടിച്ച് അതിൻ്റെ ഷെല്ല് ഒക്കെ നമ്മൾ മാറ്റി. അതിന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ കിട്ടുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതിന് നമുക്ക് കഴിച്ചു നോക്കാം. എനിക്ക് നല്ല ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബദാമൊക്കെ ഇല്ലേ, ബദാമിൻ്റെ പരിപ്പൊക്കെ നമ്മൾ കഴിക്കത്തില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ മത്തൻ്റെ കുരു കഴിക്കുന്ന അതുപോലെയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നല്ലൊരു ഫ്രൂട്ടാട്ടോ. നല്ല ഫ്രൂട്ടല്ല, നട്ട്, സോറി. നല്ലൊരു നട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. യെസ്, ഇത് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് അങ്ങനെ വെള്ളമായിട്ട് നമുക്ക് കുടിക്കാം, സോസായിട്ട് ഒക്കെ കഴിക്കാം കേട്ടോ. നല്ലൊരു പ്രോട്ടീൻ വാല്യൂയും ഹയർ ഫാറ്റൊക്കെ ഉള്ള ഒരു നട്ടാണ്. യെസ്, അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഒയാസ്റ്റർ നട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സോസോ അതിൻ്റെ ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുക, കഴിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അതുമല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ടാറ്റാ, ബൈ.